ഈ കുട്ടികളെയാണ് ചില ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ചിലവന്മാർ ഇൻസ്റ്റാഗ്രാമിലെ പുഴുക്കൾ എന്ന് വിളിച്ച് അവഹേളിക്കുന്നത്. ജൻസി പിള്ളയുടെ സമര വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്നറിയോ? ഇതാണ്, ഇവർക്ക് അകറ്റി നിർത്തേണ്ടവരെ കൃത്യമായിട്ട് അകറ്റി നിർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. ഇന്ത്യയുടെ സ്പന്ദനം തന്നെ തങ്ങളുടെ സ്റ്റുഡിയോയിലാണ്, ഇവരുടെ മൈക്കിൻ തുമ്പിലാണ് ഇന്ത്യയുടെ സ്പന്ദനം എന്ന് കരുതിയ ദേശീയ മാധ്യമങ്ങളെ ആ സമരത്തിൻ്റെ 7 അയലത്തേക്ക് അവർ അടുപ്പിച്ചിട്ടില്ല. അകറ്റി നിർത്തേണ്ടവരെ അകറ്റാനും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാനും അറിയുന്ന ഈ കുട്ടികൾക്കാണ് രാഷ്ട്രീയ ബോധമില്ല, ഇൻസ്റ്റാഗ്രാമിലെ പുഴുക്കളാണ് എന്ന് പലരും അവഹേളിക്കുന്നത്. ഇന്നത്തെ ചുറ്റുപാടിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രബോധവും കൃത്യമായിട്ട് ഉൾക്കൊണ്ട ഒരു സമൂഹമാണ് നമ്മുടെ കുട്ടികൾ. നമ്മളെപ്പോലെ ഫേസ്ബുക്ക് അമ്മമാരെ പോലെ കുറേ രാഷ്ട്രീയത്തിന് വേണ്ടി കുറേ പോസ്റ്റ് ഇടുക, കുറേ എഴുതുക, അത് അവർക്കില്ല. അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർ ഉപയോഗിക്കുന്നത് അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, അവരുടെ സൗഹൃദത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ. പക്ഷേ പൊതുവായിട്ട് അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ആ യുവാക്കളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ആവശ്യങ്ങൾ മാത്രം നിറഞ്ഞു. അതല്ലേ യഥാർത്ഥ രാഷ്ട്രീയം? ഇക്കാലയളവിൽ മാധ്യമങ്ങൾക്കെതിരെ ഇതുപോലൊരു നിലപാടെടുത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു സംഘടനയോ പ്രവർത്തകരോ ഉണ്ടോ? ഇല്ല. ഒരെണ്ണത്തിനെ പോലും ആ സമരത്തിന്റെ 7 അയലത്തേക്ക് അവർ അടുപ്പിച്ചിട്ടില്ല. ചിലർ അങ്ങോട്ട് ആക്രോശിച്ചു, കുട്ടികൾ ഇങ്ങോട്ട് ആക്രോശിച്ചു അവർക്കെതിരെ. ചില മാധ്യമപ്രവർത്തകർ പോലീസിനെ സമീപിച്ചു, പക്ഷെ പോലീസ് നിസ്സഹായരായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട്. ചിലർ കയ്യാങ്കളി കാണിച്ചു, കുട്ടികൾ അങ്ങോട്ടും കയ്യാങ്കളി കാണിച്ചു. അതിനിടയിൽ നമ്മുടെ നാട്ടിലെ മലയാളത്തിലെ പ്രധാന കുത്തിത്തിരിപ്പ് കമ്മിറ്റി ആയിട്ടുള്ള ഏഷ്യാനെറ്റിനും കിട്ടി ഉപരോധം. ഇവരെ എങ്ങാനും അങ്ങോട്ട് പോകാൻ അനുവദിച്ചിരുന്നു എങ്കിൽ കുത്തിത്തിരിപ്പും കുറെ നെഗറ്റീവ് വാർത്തയും കൊടുത്ത് ആ സമരത്തെ അവർ കഴിയുന്ന രീതിയിലൊക്കെ അവർ ദ്രോഹിച്ചേനെ. നമ്മുടെ നാട്ടിലെ കത്തിനിന്ന ഒരുപാട് ജനകീയ സമരങ്ങൾ ഇല്ലാണ്ടാക്കിയതും ഈ മീഡിയാസ് തന്നെയായിരുന്നു. അധികാരത്തിലിരിക്കുന്നവൻ്റെ അപ്പക്കഷ്ടങ്ങൾ തിന്ന് അവർക്ക് അനുയോജ്യമായ രീതിയിൽ സത്യമായ വാർത്തകളെ തെറ്റായി കൊണ്ട് നടക്കുന്ന ദേശീയ മാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ജന്തർ മന്ദറിലെ ഈ സമര വിജയം. ഈ ചെയ്തതൊക്കെ ഇന്ത്യയിൽ 10 സ്ഥാനങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളെയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ഏതെങ്കിലും ലോക്കൽ ചാനൽ ഇതേയല്ല ഇത്തരത്തിലുള്ള ഒരു നിലപാട് കുട്ടികൾ എടുത്തിട്ടുള്ളത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണെന്ന് അവർ പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു നമ്മൾ ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള നിലപാടെടുത്തു. താൻ തീറ്റിപ്പോറ്റുന്ന ഈ മാധ്യമങ്ങൾക്കും തൻ്റെ സർക്കാരിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വന്നപ്പോഴാണ് പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നട്ടപ്പാരാക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. നമ്മുടെ യൂത്ത് ചില്ലറക്കാരല്ല, അവരോട് നിങ്ങളുടെ ഈ ഉടായ്പ കളികൾ കളിച്ചു പോകരുത്, കൈ പൊള്ളും. ഇത് പറയുന്നത് കേന്ദ്ര സർക്കാരോട് മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ കക്ഷി രാഷ്ട്രീയക്കാരോട് കൂടിയായിട്ട് പറയുന്നത്.